ഇത് ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പേന് ഇതിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തല ചൊറിയാൻ വരുന്നുണ്ടാവും. ഇത് എവിടുന്നാ വന്നതെന്ന് വല്ല പിടിയുണ്ടാവും. ഈ പേനുള്ള ആൾക്കാരുടെ തല നമ്മുടെ തലയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ തലയണ വഴിയോ അടുത്ത് കിടന്നിട്ടോ ഒക്കെ ഇങ്ങനെ മുട്ടിയാൽ ഒരു തലയിൽ നിന്ന് മറ്റൊരു തലയിലേക്ക് ഈ സംഭവം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കുണ്ടാകുന്ന 6 കാലുകൾ മാത്രമല്ല, അതിൻ്റെ മുന്നത്തെ 2 കാല് ഇതുപോലെ ഈ മുടിമിങ്ങനെ പിടിച്ച് പോകാൻ പറ്റിയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ ഈ കൊമ്പുണ്ട്, നമ്മുടെ ചോര കുടിക്കുന്ന കൊമ്പ്, അത് നമ്മുടെ തൊലിയിലൂടെ തുളച്ച് കയറ്റി എന്നിട്ട് അവന്മാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ അവരുടെ കുടി തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർ ആദ്യം ഒരു സലൈവ, ഒരു ദ്രവം നമ്മുടെ തലയിൽ ഇവർ നിക്ഷേപിക്കും. എന്തിനാണെന്നറിയും? നമ്മളെ ബ്ലഡ് ഒന്നും കൂടെ ലൈറ്റാക്കിയിട്ട് അവരെ പൈപ്പ് കൂടെ കൂളായിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ചോര കുറച്ച് കട്ടിയല്ലേ, അതങ്ങോട്ട് ലൈറ്റാക്കിയിട്ട് ഈ കുഴൽ കൂടെ അവരെ വയറ്റിക്കാൻ ചെല്ലും. നമുക്ക് ആ സലൈവ ദ്രവം ഇഞ്ചക്ട് ചെയ്ത ഭാഗത്ത് ചില ചൊറിച്ചിലുകളൊക്കെ അനുഭവപ്പെടും. ഇതാരെയും പ്രത്യേകിച്ച് എടുത്ത് പറയല്ല, പെണ്ണുങ്ങളാണ് ചോര കുടിക്കലിൽ കുറച്ച് മുമ്പിൽ. ചോര കുടിച്ചാൽ പിന്നെ ഓരോ ദിവസവും 10 മുട്ടകൾ അങ്ങിടും. ഇവറ്റങ്ങളാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വളർന്ന് വലുതാവുകയും ചെയ്യും. അവരും 10 മുട്ടകൾ അങ്ങിടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? ഇത് കണ്ടില്ലേ, നിറച്ചും പേന്. ഇതെങ്ങനെ ഒഴിവാക്കും? സിമ്പിൾ പരിപാടിയാണ്. എന്നും കുളിക്കണം. നടക്കുമോ?